ഒബ്സസീവ് കമ്പൽസീവ് ഡിസോർഡർ അഥവാ OCD. OCD എന്ന് പറയുന്നത് ഒരു ലോങ് ലാസ്റ്റിംഗ് ഡിസോർഡറാണ്. റിപ്പീറ്റഡ് ആയിട്ടുള്ള തോട്ട്സും അതേപോലെ ബിഹേവിയേഴ്സുമാണ് ഇതിൽ കാണപ്പെടുന്ന ലക്ഷണങ്ങൾ. OCD ഉള്ളവർക്ക് ഇതൊരിക്കലും കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. ആ ഒരു രീതിയിലായിരിക്കും ഇതിൻ്റെ സിംറ്റംസ് കാണപ്പെടുക. OCD ഉള്ളവർക്ക് കോമണായി കാണപ്പെടുന്ന ഒന്നാണ് ക്ലീൻലിനെസ് അഥവാ വൃത്തി, അതുപോലെ തന്നെ അൺവാണ്ടഡ് തോട്ട്സ്, അഗ്രസീവ് തോട്ട്സ്, അതുപോലെ തന്നെ ഓർഗനൈസേഷൻ അതിൽ ഭയങ്കര ഒബ്സസീവ് ആയിരിക്കും. റിപ്പീറ്റഡ് ആയിട്ടുള്ള ക്ലീനിങ് ഓർ ഹാൻഡ് വാഷിങ്, എന്തെങ്കിലും ഒരു അഴുക്കോ എന്തെങ്കിലും കണ്ടാമിനേഷൻ കയ്യിലൊക്കെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ റിപ്പീറ്റഡ് ആയിട്ട് അത് വാഷ് ചെയ്തുകൊണ്ടേ ഇരിക്കുക. ഒരു പെർട്ടിക്കുലർ ഓർഡറിൽ അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുന്ന സാധനങ്ങളുടെ സ്ഥലം മാറുകയോ അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചാൽ വളരെയധികം പ്രയാസം അനുഭവപ്പെടുക. റിപ്പീറ്റഡ് ആയിട്ട് ചെയ്ത കാര്യങ്ങൾ വീണ്ടും റീചെക്ക് ചെയ്തുകൊണ്ടിരിക്കുക. അവർക്ക് സ്വയം അവരെ തന്നെ കൺട്രോൾ ചെയ്യാൻ പറ്റാതിരിക്കുന്ന ഒരവസ്ഥയാണ് OCD. അവർ ചെയ്യുന്ന കാര്യങ്ങളെപ്പറ്റി അവർക്ക് ബോധമുണ്ടെങ്കിലും അവർക്കത് കൺട്രോൾ ചെയ്യാൻ പറ്റാത്തൊരു അവസ്ഥ. ഒബ്സസീവായിട്ടുള്ള തോട്ട് വന്ന് അത് പിന്നെ ആങ്സൈറ്റിയിലേക്കും ഒരു കമ്പൽസീവ് ആയിട്ടുള്ള ഒരു ബിഹേവിയറിലേക്കും ചേഞ്ച് ആയിക്കൊണ്ടിരിക്കുന്നതാണ് ഇതിൻ്റെ ഒരു സൈക്കിൾ എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ ഒരു സ്ഥലം ക്ലീൻ ആക്കിയിട്ടുണ്ടെങ്കിൽ അത് ക്ലീൻ ആയിട്ടില്ല എന്നുള്ളൊരു ഒബ്സസീവ് തോട്ട് വരിക, അതിൽ ടെൻഷൻ ആവുക, പിന്നെ അവിടെ ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുക. കുറേ വട്ടം റിപ്പീറ്റ് ചെയ്യുമ്പോൾ ഒരു ടെമ്പററി റിലീഫ് കിട്ടും. റിയൽ ആയിട്ട് എന്താണ് OCD? ചില ലക്ഷണങ്ങൾ വെച്ച് പലപ്പോഴും ചിലർ അവർക്ക് സ്വയം OCD ഉണ്ടെന്ന് വരുത്തി തീർക്കാറുണ്ട്. പക്ഷേ OCD ഉള്ളവരും ഇല്ലാത്തവരും തമ്മിൽ നല്ല ഡിഫറൻസ് ഉണ്ട്. OCD എന്ന് പറയുന്നത് അതൊരു മെൻ്റൽ ഇൽനെസ് ആണ്. ആങ്സൈറ്റിയും ഡിസ്ട്രെസ്സുമാണ് അതിന് മെയിനായിട്ട് വരുന്ന കാരണം. ചില വ്യക്തികൾക്ക് ക്ലീനിങ്ങും ഓർഗനൈസിങ്ങും വളരെ ഇഷ്ടപ്പെടുന്ന ഒരു ആക്ടിവിറ്റി ആയിരിക്കും. പക്ഷേ അതൊരിക്കലും OCDൻ്റെ ലക്ഷണമായി കണക്കാക്കപ്പെടരുത്. സെൽഫായിട്ട് OCD ഉണ്ടെന്നും ഇതുവഴി ഒരിക്കലും പ്രെഡിക്റ്റ് ചെയ്യാനും പാടില്ല. OCDൻ്റെ കോസസ് എന്ന് പറയുന്നത് ഒന്ന് ജെനറ്റിക്സും അതുപോലെ തന്നെ ബ്രെയിനിൻ്റെ സ്ട്രക്ചറിൽ വരുന്ന എന്തെങ്കിലും പ്രശ്നങ്ങളും എൻവയോൺമെൻറ്റൽ ഫാക്ടേഴ്സുമാണ് കാരണമാകുന്നത്. പല രീതിയിലുള്ള ട്രീറ്റ്മെൻറ്റ് OCDക്ക് അവൈലബിൾ ആണ്. അതുപോലെ തന്നെ സൈക്കോതെറാപ്പികളും. ഇതിലൂടെ ഒരു പരിധിവരെ OCDയുടെ സിംറ്റംസ് കുറയ്ക്കാൻ നമുക്ക് പറ്റുന്നതാണ്.